15ാം കേരള നിയമസഭയിൽ അംഗങ്ങളാകണമെന്ന് BJP ആഗ്രഹിക്കുന്ന 15 അംഗങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. മാനവീയം ടിവിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടികളിൽ BJPയെ സംബന്ധിച്ച് മാത്രമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിലെ ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തന്നെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് പകുതിയോളം വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 25% വരുന്ന സീറ്റുകളിൽ 2ാം സ്ഥാനത്തെങ്കിലും BJP എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. BJPയുടെയും കൂട്ടുകക്ഷികളുടെയും സ്വാധീനവും ശക്തിയും കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ നിയമസഭയിൽ 15ാം കേരള നിയമസഭയിൽ അംഗമാകണമെന്ന് BJP ആഗ്രഹിക്കുന്നത് പൊതുവായി ഉള്ള ആ 15 അംഗങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഇവിടെ നടത്തുന്നത്. ഇതിൽ ഒന്നാമതായി സ്ഥാനം പിടിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിവുള്ളതുപോലെ ബഹുമാന്യനായ ശ്രീ E. ശ്രീധരനാണ്. അദ്ദേഹത്തെ നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ്. ഇന്ത്യ രാജ്യം പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുള്ള സമാരാധ്യനായ വ്യക്തിത്വമാണ്. കൊങ്കൺ റെയിൽവേ അടക്കം, പാമ്പൻ പാലമടക്കം, ന്യൂഡൽഹിയിലെ ഡൽഹി മെട്രോ അടക്കം നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായും കൃത്യനിഷ്ഠയോടും കൂടി നിർവഹിക്കുകയും കേരളത്തിൽ തന്നെ വിവിധങ്ങളായ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുകയും അവയെല്ലാം കൃത്യസമയത്ത് സത്യസന്ധതയോടുകൂടി നിർവഹിക്കുകയും വളരെ ഗുണനിലവാരത്തോടുകൂടി ആ പ്രവർത്തികൾ പൂർത്തീകരിക്കുകയും മിച്ചം വന്ന കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കുകയും ചെയ്തുകൊണ്ട് സത്യസന്ധതയുടെ ആൾരൂപമായി നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുമ്പോൾ ഇല്ലാതാകുന്നില്ല. അദ്ദേഹത്തെ പോലുള്ള ശക്തരായ വ്യക്തികൾ കേരളത്തിന്റെ എന്നല്ല ഏതൊരു രാജ്യത്തിന്റെയും ഭരണരംഗത്ത് നിർണായക സ്ഥാനങ്ങളിൽ വരേണ്ടത് തീർച്ചയായും അനിവാര്യമാണ്. അതുകൊണ്ട് BJP കേരള നിയമസഭയിൽ അംഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെയാളായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ബഹുമാന്യനായ ശ്രീ E. ശ്രീധരന്റെ പേര് കടന്നു വരുന്നു. തീർച്ചയായും കേരളീയരെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ആ വ്യക്തിത്വത്തിന്റെ സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവേശനവും തീർച്ചയായും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് മാനവീയം കണക്കാക്കുന്നു. രണ്ടാമതായി വരുന്ന പേര് ക്രമപ്രകാരമല്ല എല്ലാ പേരുകളും ഞങ്ങൾ പറയുന്നത്. 15 പേരെയും BJP വരണമെന്ന് ആഗ്രഹിക്കുന്ന 15 പേരെ ഒന്നൊന്നായി പറയുകയാണ്. ക്രമങ്ങളിൽ വ്യത്യാസമുണ്ടാകാം, ഒരുപക്ഷെ അവരുടെ വിജയസാധ്യതകളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ടാകാം. അതൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. രണ്ടാമതായി വരുന്നത് ബഹുമാന്യനായ ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം ഈ പറയുന്ന സ്ഥാനാർത്ഥികളെല്ലാം അതാത് സ്ഥലങ്ങളിൽ വിജയിക്കുമെന്നോ അല്ലെങ്കിൽ നിശ്ചയമായും വിജയിക്കണമെന്നോ ഒന്നുമല്ല. വിജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കേരള നിയമസഭയിൽ വരണമെന്ന് BJP ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന രീതിയിലാണ് ഇതൊക്കെ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. മറ്റൊരു രീതിയിലുള്ള മാനദണ്ഡങ്ങളൊന്നും പരിഗണിച്ചുകൊണ്ടല്ല. രണ്ടാമതായി വരുന്നത് ശ്രീ കുമ്മനം രാജശേഖരനാണ്. നമുക്കറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയുടെ ഉടമയാണ് അദ്ദേഹം. മിസോറാം ഗവർണറായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ തനിക്ക് ലഭിച്ച ശമ്പളവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന രൂപ സാധാരണക്കാരായ നിർധരരായ ആരോരുമില്ലാത്ത അനാഥാലയങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാം ത്യജിച്ച് വീടും കൂടും ഒന്നുമില്ലാതെ ജീവിക്കുന്ന, പാർട്ടി ഓഫീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. കറകളഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വം, അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിത്വം. തീർച്ചയായും നമ്മളുടെയൊക്കെ ജനപ്രതിനിധിയാകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. തനിക്ക് ലഭിക്കുമായിരുന്ന വലിയ വലിയ സ്ഥാനങ്ങൾ, ഗവർണർ സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഇപ്പോൾ അതേ തിരുവനന്തപുരം പാർലമെന്റിനകത്ത് വരുന്ന നേമം നിയോജക മണ്ഡലത്തിൽ BJP ആദ്യമായി കേരള നിയമസഭയിലേക്ക് പ്രവേശനം ലഭിച്ച നേമം നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജനവിധി തേടുകയാണ്. ഇദ്ദേഹമാണ് നിയമസഭയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന BJP ആഗ്രഹിക്കുന്ന മറ്റൊരാൾ.
അടുത്തതായി ശ്രീ കെ സുരേന്ദ്രനാണ്. അദ്ദേഹത്തെയും നമ്മൾ പ്രത്യേകിച്ചായി പരിചയപ്പെടുത്തേണ്ടതില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരളത്തിന്റെ ചെയർമാനും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള അദ്ദേഹം പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ തീവ്രമായ പ്രക്ഷോഭത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടി കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ പ്രത്യേകമായ ആദരവ് പിടിച്ചു പറ്റിയ വലിയ വ്യക്തിത്വമാണ്. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ നിരവധി സ്ഥാനാർത്ഥികൾ രംഗത്തുള്ളപ്പോഴും BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് മാനവീയം വിശ്വസിക്കുന്നു. അതുകൊണ്ട് മഞ്ചേശ്വരത്ത് നിന്നും കോന്നിയിൽ നിന്നും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു BJP 2 സ്ഥലങ്ങളിൽ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. 2 സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, കഴിഞ്ഞ തവണ നിസ്സാര വോട്ടിന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നും പത്തനംതിട്ട ജില്ലയിലെ അയ്യപ്പന്റെ സ്ഥലമായ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നും 2 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഒരേ സമയം ശ്രീ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹമാണ് നിയമസഭയിൽ ഉണ്ടാകണമെന്ന് BJP ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി. ഇനി അടുത്തയാളെ നമുക്കറിയാം, ശ്രീ സുരേഷ് ഗോപിയാണ്. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള രാജ്യസഭാ അംഗമായിട്ടുള്ള ആളാണ് ശ്രീ സുരേഷ് ഗോപി. കേരളത്തിലെ സൂപ്പർ ഹീറോകളിൽ ഒരാളായിട്ടുള്ള ചലച്ചിത്ര രംഗത്തെ ഒരു ഇടിമുഴക്കമായിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് ശ്രീ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉടമയാണ്. ലക്ഷക്കണക്കായ കോടിക്കണക്കിനായ രൂപ കേരളത്തിലെ അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് വേണ്ടി വിനിയോഗിക്കുന്ന സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള, അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, പൊതുജന സേവന തൽപരനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയായി വരാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തൃശൂർ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെയൊക്കെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹത്തെ തൃശൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ പാർലമെന്റിൽ അദ്ദേഹം തൃശൂർ മത്സരിക്കുമ്പോൾ തൃശൂർ ഞാൻ ഇങ്ങ് എടുക്കുകയാണ് എന്ന അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് വളരെയധികം പ്രസിദ്ധമായിരുന്നു. അപ്പൊ ഇത്തവണ അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തൃശൂർ ഞാൻ എടുക്കുകയല്ല, തൃശൂർ എനിക്ക് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. തീർച്ചയായും തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് ജനവിധി തേടുന്ന ശ്രീ സുരേഷ് ഗോപിയാണ് കേരള നിയമസഭയിൽ ഉണ്ടാകണമെന്ന് BJP ആഗ്രഹിക്കുന്ന മറ്റൊരാൾ. ഇനി അടുത്തതായി വരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ ഒരുപാട് അങ്ങനെ ഒരാൾ ആകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അവസാനത്തെ പട്ടിക വരുമ്പോൾ പോലും ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. BJP രാഷ്ട്രീയത്തിലെ ചില പടലപിണക്കങ്ങളും ചില ഗ്രൂപ്പിസങ്ങളുടെയും ഒക്കെ ഭാഗമാവാം. അതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഞങ്ങൾക്കില്ല. എങ്കിൽ കൂടി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ട് കേരളത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും ഏതാനും കാലത്തേക്ക് അവർ നിർജീവമായിരുന്ന ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ആ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ കേരളത്തിന്റെ ഝാൻസി റാണി എന്ന രീതിയിലാണ് BJP അവരെ അവതരിപ്പിക്കുന്നത്. അതുപോലെ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് അസുര നിഗ്രഹത്തിന് വേണ്ടി വന്ന മാളികപ്പുറമാണ് എന്നാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ പ്രചരണത്തിന് വേണ്ടി കഴക്കൂട്ടത്തെത്തി. കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന ശ്രീ V മുരളീധരൻ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽപ്പെട്ട പ്രദേശമാണ് കഴക്കൂട്ടം. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴക്കൂട്ടത്തുണ്ടായ മൂവ്മെന്റുകൾ, കഴക്കൂട്ടത്തുണ്ടായ ജനകീയ മുന്നേറ്റമെല്ലാം ശ്രീ ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് കടന്നു വരുമെന്ന സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ആ പട്ടികയിലെ ഏക വനിതയും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അപ്പൊ ശോഭാ സുരേന്ദ്രനാണ് മറ്റൊരാൾ. ഇനി അതുപോലെ തന്നെ വീണ്ടും വരുന്നത് ശ്രീ കൃഷ്ണകുമാറാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ചലച്ചിത്ര താരം ശ്രീ കൃഷ്ണകുമാർ. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതലായി നമ്മൾ പലർക്കും അറിവുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ RSSന്റെയും അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്നാണ്. എന്തായിരുന്നാലും ജനകീയമായി ഒരുപാട് ചെറിയ റോളുകളിലാണെങ്കിൽ സിനിമയിലും അതുപോലെ തന്നെ സീരിയലുകളിൽ വളരെ പ്രധാനപ്പെട്ട റോളുകളിലായി അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വളരെയധികം സ്നേഹപൂർവ്വം കാണുന്ന ചലച്ചിത്ര സീരിയൽ നടനാണ് ശ്രീ കൃഷ്ണകുമാർ. അദ്ദേഹം തിരുവനന്തപുരത്ത് വലിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും സുപ്രധാനമായ മണ്ഡലത്തിൽ BJPയെ വിജയത്തോട് അടുപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുന്നയാളാണ് ശ്രീ കൃഷ്ണകുമാർ. അദ്ദേഹമാണ് കേരള നിയമസഭയിൽ എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന BJP പ്രതീക്ഷിക്കുന്ന മറ്റൊരാൾ.
അടുത്ത ഒരാൾ ശ്രീ സി കൃഷ്ണകുമാറാണ്. സി കൃഷ്ണകുമാറിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന, മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന, കേരളത്തിന്റെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാക്കൾ, ഇത്തവണ മത്സരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഹീറോയായി പ്രവർത്തിച്ചിരുന്ന സഖാവ് VS അച്യുതാനന്ദനെതിരെ മലമ്പുഴയിൽ കടുത്ത മത്സരം കാഴ്ചവെച്ച് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് ശ്രീ സി കൃഷ്ണകുമാർ. അദ്ദേഹം ഇത്തവണ വീണ്ടും ശ്രീ അച്യുതാനന്ദൻ ഇല്ലാത്ത, VS അച്യുതാനന്ദൻ ഇല്ലാത്ത മലമ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. ഇത്തവണ മലമ്പുഴ തന്നെ വരിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസത്തിലാണ് ശ്രീ സി കൃഷ്ണകുമാർ പ്രവർത്തിക്കുന്നത്. അപ്പൊ സി കൃഷ്ണകുമാറാണ് മറ്റൊരാൾ നിയമസഭയിൽ എത്തും എന്ന് BJP പ്രതീക്ഷിക്കുന്നത്. മറ്റൊരാള് ഇപ്പോൾ കാട്ടാക്കടയിൽ മത്സരിക്കുന്ന ശ്രീ PK കൃഷ്ണദാസാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ദേശീയ നേതൃത്വത്തിൽ തന്നെ പ്രവർത്തിക്കുന്നയാളാണ് ശ്രീ PK കൃഷ്ണദാസ്. അദ്ദേഹം BJPയുടെ നേരത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഇന്ന് BJPയിൽ കേരള രാഷ്ട്രീയത്തിലെ 2 ധ്രുവങ്ങളിൽ ഒരു ധ്രുവത്തിന് നേതൃത്വം കൊടുക്കുന്നയാളായിട്ടാണ് ശ്രീ കൃഷ്ണദാസ് അറിയപ്പെടുന്നത്. കൃഷ്ണദാസ് പക്ഷം എന്ന രീതിയിൽ തന്നെ ഒന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും ഒരു വലിയ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ തവണയും അദ്ദേഹം കാട്ടാക്കടയിൽ മത്സരിച്ചിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം വളരെ നേരത്തെ തന്നെ അവിടെ പ്രവർത്തനം ആരംഭിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ PK കൃഷ്ണദാസും കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടണമെന്ന് വളരെയധികം BJPയുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റൊരാള് മണലൂരിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ AN രാധാകൃഷ്ണനാണ്. കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്, പ്രത്യേകിച്ചും തൊഴിൽ ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് തൊഴിൽ മേഖലയിലേക്ക് സന്ദർശിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോബ് ഫെയർ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൈൻ എന്ന ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിലൂടെ, ഒരു സന്നദ്ധ പ്രസ്ഥാനത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നയാളാണ് ശ്രീ AN രാധാകൃഷ്ണൻ. എറണാകുളം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും മണലൂരിൽ നിത്യസാന്നിധ്യമായി കഴിഞ്ഞ തവണയും മണലൂരിൽ മത്സരിച്ചയാളാണ്. ഇത്തവണ മണലൂരിൽ തനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് ശ്രീ AN രാധാകൃഷ്ണൻ പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹമാണ് അത്തരത്തിൽ കടന്നു വരുന്ന മറ്റൊരാൾ. ഇനി മറ്റൊരാളുള്ളത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന BJPയുടെ സമുന്നതനായ നേതാക്കളിൽ ഒരാളായ ശ്രീ MD രമേശനാണ്. MD രമേശിനെ കുറിച്ച് നമുക്കറിയാം. ഒരുപക്ഷെ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല പേരുകളിൽ ഒരാളായിരുന്നു ശ്രീ MD രമേശ്. കഴിഞ്ഞ തവണ അദ്ദേഹം ആറന്മുളയിൽ മത്സരിച്ചിരുന്നു. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. മത്സരിക്കുന്ന സ്ഥലത്തെല്ലാം വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്നും അതിശക്തമായ പോരാട്ടമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ കേരള യാത്രയിൽ ഉടനീളം, വിജയയാത്ര എന്ന് പേരിട്ടിരുന്ന കേരള യാത്രയിൽ ഉടനീളം അദ്ദേഹത്തെ അനുഗമിക്കുകയും ആ പരിപാടികൾക്കെല്ലാം ആമുഖമായി കാര്യങ്ങൾ സംസാരിക്കുകയും BJP പ്രവർത്തകരെ ആവേശത്തിന്റെ തേരിലേറ്റുകയും ഒക്കെ ചെയ്തത് ശ്രീ MD രമേശാണ്. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ പോലെ തന്നെ തുല്യ പ്രാധാന്യമായ രീതിയിലാണ് ശ്രീ രമേശിനെ പലരും കണക്കാക്കുന്നത്. അതുകൊണ്ട് ശ്രീ MD രമേശും ഈ കാറ്റഗറിയിൽ വിജയിക്കേണ്ടയാളായി BJP കണക്കാക്കുന്നു. ഇനി മറ്റൊരു പേര് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കറിയാവുന്ന ഒരു പേരാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ അൽഫോൺസ് കണ്ണന്താനമാണ്. അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അദ്ദേഹം ആദ്യകാലത്ത് IAS ഉദ്യോഗസ്ഥനായിരുന്നു. കോട്ടയം ജില്ലാ കളക്ടർ ഉൾപ്പെടെ കേരളത്തിലെ നിരവധിയായ സിവിൽ സർവീസിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പരീക്ഷാ കമ്മീഷണർ എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ നിരവധിയായ മേഖലകളിൽ പ്രവർത്തിക്കുകയും തന്റെ സിവിൽ സർവീസ് അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ആദ്യമായി അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായി മാറി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച് കേരള നിയമസഭയിൽ അംഗമായ വ്യക്തിയാണ്. അങ്ങനെ നിയമസഭാംഗമായി ഇരിക്കെ തന്നെ, MLA ആയി ഇരിക്കെ തന്നെ ആ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് കേരളത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്ന BJPയിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് മാറുകയും ഡൽഹി കേന്ദ്രീകരിച്ച് അവിടുത്തെ ചേരി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ശ്രദ്ധ അദ്ദേഹത്തിന് ഉണ്ടാകുകയും കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റിൽ, നരേന്ദ്രമോദി ഗവൺമെന്റിൽ വളരെ പ്രധാനപ്പെട്ട IT ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാംഗമാണ്.
അദ്ദേഹത്തെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തെരഞ്ഞെടുക്കണമെന്ന് BJP ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഇനി മറ്റൊരാൾ ഇതുപോലെ തന്നെ സിവിൽ സർവീസിൽ നിന്നും കടന്നു വന്ന ഒരാളാണ് ഡോക്ടർ ജേക്കബ് തോമസിനെ നമുക്കറിയാം. അദ്ദേഹം ഇപ്പോൾ നിലനിൽക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ കേരളത്തിൽ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയായി നിന്നുകൊണ്ട് കേരളത്തിലെ വിജിലൻസ് ഡയറക്ടറായി അദ്ദേഹത്തിന് ചുമതലയേൽക്കുകയും നമുക്കറിയാം മഞ്ഞയും പച്ചയും നീലയും ഒക്കെ കാർഡുകൾ പോക്കറ്റിലിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് ട്രോളായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് വിജിലൻസ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുക, എങ്ങനെയാണ് കേരളത്തിന്റെ അഴിമതി ഇല്ലാതാക്കുക എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ക്ലാസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെ കാലം ശ്രീ പിണറായി വിജയനും ജേക്കബ് തോമസുമായിട്ടുള്ള സൗഹൃദം നിലനിന്നില്ല. ജേക്കബ് തോമസിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തോട് ഗവൺമെന്റിന് താല്പര്യമുണ്ടായില്ല എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരുന്നു. ഏതായിരുന്നാലും ഗവൺമെന്റുമായി തുറന്ന യുദ്ധത്തിലേക്ക് അദ്ദേഹം പോകുകയും പുസ്തകം എഴുതിയതിന്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ഏറെ നാള് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ വിധികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ചു വരികയും അവസാനം ആർക്കും വേണ്ടാത്ത ചില കോർപ്പറേഷനുകളിൽ അദ്ദേഹത്തെ നിയമിക്കുകയും അദ്ദേഹം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയും റിട്ടയർ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം BJPയുടെ അംഗത്വം സ്വീകരിക്കുകയും ഇപ്പോൾ അദ്ദേഹം ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ IPS-കാരൻ എന്ന രീതിയിൽ അദ്ദേഹം കേരള നിയമസഭയിൽ അഴിമതി വിരുദ്ധ മുഖമായി ഉണ്ടാകണമെന്ന് BJP ആഗ്രഹിക്കുന്ന മറ്റൊരാൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് തോമസ് അവറുകളാണ്. അതുപോലെ തന്നെ ഇനി മത്സരിക്കുന്ന ആളുകൾ ഒന്ന് സന്ദീപ് ജി വാര്യരാണ്. ഷൊർണൂരിൽ നിന്നും മത്സരിക്കുന്ന സന്ദീപ് ജി വാര്യർ യുവജനങ്ങൾക്കിടയിൽ ഹരമാണ്, BJPയുടെ യുവജന ശബ്ദമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നവമാധ്യമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റ് ഉൾപ്പെടെ എല്ലാ ചാനലുകളിലും എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ഏറ്റവും ശക്തമായി BJPയുടെ വാദമുഖങ്ങൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കുന്ന സന്ദീപ് ജി വാര്യർ ഏറ്റവും അനിവാര്യനായ ഒരു വ്യക്തിയാണ് കേരള നിയമസഭയിലെന്ന് BJP കണക്കാക്കുന്നു. അതുപോലെ മറ്റൊരാളുള്ളത് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ ചലനങ്ങളും ചർച്ചകൾക്കും വിഷയീഭവിച്ച ഒരു മണ്ഡലം ആലപ്പുഴയാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്ദീപ് വചസ്പതി അദ്ദേഹം പുന്നപ്രവയലാറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കയറി പുഷ്പാർച്ചന നടത്തിയതോടുകൂടി ഉണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. സാധാരണ BJPയുടെ പ്രവർത്തകർ ഒട്ടും അംഗീകരിക്കാത്ത പുന്നപ്രവയലാർ സമരവും ആ രക്തസാക്ഷികൾക്ക് അദ്ദേഹം പോയി പുഷ്പാർച്ചന അർപ്പിക്കുകയും അത് വലിയ വിവാദമാകുകയും അതിനെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്ത്, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പൊള്ളത്തരം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത പാവപ്പെട്ട കൃഷിക്കാരനെയും കർഷകനെയും പാവപ്പെട്ടവരെയുമാണ് ഞാൻ ആദരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ട ഒരു വ്യക്തിയാണ് സന്ദീപ് വാചസ്പതി. അദ്ദേഹവും നേരത്തെ സന്ദീപ് ജി വാര്യരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നവമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ വാദഗതികൾ ഉയർത്തുകയും BJPയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും ശക്തമായി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന യുവ നേതാക്കളിൽ ഒരാളായി അദ്ദേഹത്തെ BJP കണക്കാക്കുന്നു. സിംഹനാദം കേരളത്തിന്റെ നിയമസഭയിൽ മുഴക്കുവാൻ ഇവരെ പോലുള്ള ആളുകൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാചസ്പതിയാണ് ഈ നിയമസഭയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരാൾ. ഇനി കേരള നിയമസഭയിലേക്ക് കടന്നു വരണമെന്ന് BJP ആഗ്രഹിക്കുന്ന മറ്റൊരാൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ അവറുകളാണ്. KS രാധാകൃഷ്ണനെ നമുക്കറിയാം, കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ സ്ഥാനങ്ങളെല്ലാം വഹിച്ചിട്ടുള്ള അദ്ദേഹം, ഇതെല്ലാം കോൺഗ്രസ് ഗവൺമെന്റിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സ്ഥാനങ്ങളാണ്. എങ്കിൽ കൂടി അദ്ദേഹം ദേശീയതയുടെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം ഒരുപക്ഷെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാവാം അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായി BJPയിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ചു. ഇത്തവണ അദ്ദേഹം തൃപ്പൂണിത്തറയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. തൃപ്പൂണിത്തറയിൽ ജനവിധി തേടുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. അദ്ദേഹം വലിയൊരു സ്കോളറാണ്, അറിയപ്പെടുന്ന ഒരു ആധ്യാത്മിക പ്രഭാഷകനാണ്, ചിന്തകനാണ്, മികച്ച അധ്യാപകനാണ്, ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ KS രാധാകൃഷ്ണനാണ് കേരള നിയമസഭയിലേക്ക് കടന്നു വരണമെന്ന്
BJP ആഗ്രഹിക്കുന്ന മറ്റൊരാൾ. അങ്ങനെ ഈ പറഞ്ഞ 15 അംഗങ്ങൾ കേരള നിയമസഭയിൽ ഉണ്ടാകുകയാണ് എങ്കിൽ അത് BJPക്ക് ഒരു പുതുയുഗ പിറവിയായിരിക്കും എന്ന് BJP ആഗ്രഹിക്കുന്നു. BJPയുടെ ഈ ആഗ്രഹങ്ങൾ തീർച്ചയായും കേരളത്തിന്റെ വരുംകാല മാറ്റങ്ങളിൽ വരുംകാല പ്രവർത്തന രംഗത്ത് ഇവരെല്ലാവരും തന്നെ തീർച്ചയായും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കും എന്ന്